സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയോട് ജനങ്ങൾക്ക് താൽപ്പര്യം കുറയുന്നുവോ? ഇക്കുറി 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് 92,638 വിദ്യാർത്ഥികൾ മാത്രം. ഈ വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. പ്രൈവറ്റ് സ്കൂളിൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇച്ചിയും കൂടെ ഹൈ ആയിരിക്കും പൊതുവെ. അതല്ല ടീച്ചേഴ്സിന് ഇച്ചിയും കൂടെ എക്സ്പീരിയൻസ് ആയിരിക്കും. അതൊരു കാരണമാണ്. വലിയ ഫീസ് കൊടുത്തും കുട്ടികൾ പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിക്കാൻ താല്പര്യപ്പെടും. ഗവൺമെൻറ് പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്താൻ കോടിക്കണക്കിന് രൂപ ചെയ്തിട്ടും ചിലവാക്കിയിട്ടും ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികൾ കുറവാണെന്നാണ് പുതുതായിട്ട് വന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓക്കെ, അതിനെന്താണ് കാരണം എന്നുള്ളത്? അല്ല, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്കറിയത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത്. ബട്ട് അത് എല്ലാം ഒരു ചോയ്സ് ആണല്ലോ. ഗവൺമെൻറ് സ്കൂളിൽ എപ്പോഴും എഡ്യൂക്കേഷൻ ഫ്രീ ആയിരിക്കും. പിന്നെ പൊതുവേ വലിയ വീട്ടിലെ പാരൻസിന് എപ്പോഴും അവരുടെ പിള്ളേരെ നല്ല സ്കൂളിൽ വിടാനായിരിക്കും. കാരണം ഇച്ചിരി റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്കൂൾസിൽ നിന്ന് കിട്ടുമ്പോൾ റിസൾട്ട്സ് വരുമ്പോൾ ഇച്ചിരി കൂടെ ബെറ്റർ റിസൾട്ട്സ് ആയിരിക്കും. ഇവിടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇച്ചിരി കൂടെ കൂടുതലായിരിക്കും. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് 1-ാം ക്ലാസ്സിൽ പുതുതായി ചേർന്ന കുട്ടികൾ സംസ്ഥാനത്ത് ഏതാണ്ട് 92,000 കുട്ടികൾ മാത്രമാണ് സംതിങ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എവിടെ? പ്രൈവറ്റിൽ, ഗവൺമെൻറ് സ്കൂളുകൾ. പക്ഷേ അതിനേക്കാളും 4 ഇരട്ടിയോളം 5 ഇരട്ടിയോളം കുട്ടികൾ പ്രൈവറ്റ് സ്കൂളുകളെയാണ് ആശ്രയിക്കുന്നത്. ആകെ പതിയെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം പ്രൈവറ്റ് സ്കൂളുകളിലാണ് ഉള്ളതെന്ന് പറയാൻ പറ്റും. ഗവൺമെൻറ് സ്കൂളുകളിൽ ഇല്ലെന്നാണോ? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അപ്പം ഞാൻ കമൻറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ല, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഇൻഫർമേഷൻ ഇല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ ഞാനല്ല. ഇതൊരു വിദ്യാഭ്യാസ മേഖല ഒരു കച്ചവടമായി മാറുന്നു എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതങ്ങനെയാണ് സൊസൈറ്റിയിൽ. എങ്ങനെയാണ് എപ്പോഴും പല ക്ലാസ്സസ് ഉണ്ട്. പല ക്ലാസ്സസ് അനുസരിച്ചാണ് അത് സൊസൈറ്റിയിൽ നോക്കിയാൽ ഏത് ഫീൽഡിൽ നോക്കിയാലും നമുക്ക് പല ലെവൽസ് ഓഫ് ക്ലാസ്സസ് ഉണ്ടോ. ലോവർ ഇൻകം, മിഡിൽ ഇൻകം, അപ്പർ ഇൻകം. സോ ദാറ്റ് ആ ക്ലാസ് ഡിവിഷൻ എപ്പോഴും എവിടെയും കാണും. That will always be there. അത് സ്കൂളുകളെയും ബാധിക്കും. ഡെഫിനറ്റ്ലി. ഐ മീൻ പാവപ്പെട്ടവരുടെ വീട്ടിൽ അവർ പോകുന്ന സ്കൂള് ദാറ്റ് ഷുഡ് ബി എ ഗവൺമെൻറ് സ്കൂൾ ഓർ സംതിങ്. പക്ഷേ ഇച്ചിരി കൂടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി നല്ല മെച്ചപ്പെട്ടവരാണെങ്കിൽ they will send the students to better schools. ഗവൺമെൻറ് സ്കൂൾസിൽ നല്ല ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ കൂടുതൽ ആളുകളും പ്രൈവറ്റ് സ്കൂൾസിലേക്ക് വിടാൻ താല്പര്യപ്പെടുന്നത്, ഇപ്പോൾ എസ്പെഷ്യലി ലോവർ ക്ലാസ്സസ്, എപ്പോഴും ഈ പാരൻസ് ഈ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇംഗ്ലീഷ് പിള്ളേർ സംസാരിക്കുമ്പോൾ വളരെ, കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇപ്പോൾ ഒരു വേൾഡ് ലാംഗ്വേജ് ആയിട്ട് മാറി. എവിടെ പോയാലും അതുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിപ്പോയി. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് സ്കൂൾസിൽ പോകുമ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സിന് നല്ല ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോച്ചിങ് കൊടുക്കുന്നതിൽ പരാജയമാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് മേ ബി അതുകൊണ്ടായിരിക്കണം ഈ പാരൻസ് കൂടുതലും ഈ പ്രൈവറ്റ് സ്കൂൾസ് പ്രിഫർ ചെയ്യുന്നു. പക്ഷേ മാർക്ക് സ്കോർ ചെയ്യാൻ വരുമ്പോൾ CBSE സ്കൂളാണെങ്കിലും മറ്റ് സിലബസ് ആണെങ്കിലും മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ പിള്ളേർക്ക് സ്റ്റേറ്റ് സിലബസിൽ വരണം. അതുകൊണ്ടിപ്പോൾ കൂടുതൽ പേരും ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡൊക്കെ ആകുമ്പോൾ നേരെ സ്റ്റേറ്റ് സിലബസിലോട്ട് മാറുന്നു. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്ത് അവർക്ക് എൻട്രൻസിനോട്ട് പോകാനായിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഫെസിലിറ്റീസൊക്കെ നല്ല ഫെസിലിറ്റീസ്, സ്മാർട്ട് ക്ലാസ് ആണ്, നല്ല ഫെസിലിറ്റീസ്. ഒരുപാട് കാശ് ചിലവാക്കി പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കാശ് ചിലവാക്കി സർക്കാർ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. എന്നിട്ടും ഈ പുതിയ കണക്കുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ പ്രകാരം അവർ പലരും ഗവൺമെൻറ് സ്കൂളുകളെ പ്രിഫർ ചെയ്യുന്നില്ല. എനിക്ക് മെയിനായിട്ട് തോന്നിയ ഒരു പോയിന്റ് ഇതാണ്. അല്ലാതെ എപ്പോഴും വേറൊരു കാര്യം, ഈ സ്റ്റേറ്റ് സിലബസ് ഗവൺമെൻറ് സ്കൂൾസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ശരിക്കും പറഞ്ഞാൽ കഴിവുള്ളതെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നടന്നു പോകുന്ന വഴിയിലൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അവരെ എങ്ങനെങ്കിലും അത് അടിച്ചു കൊല്ലാനോ അവിടെ നിന്ന് മാറാനോ ശ്രമിക്കും. CBSE പോകുന്ന കുട്ടികളുണ്ടല്ലോ,
അവരെ ഒരു സ്പൂൺ ഫീഡിങ് ആണ് എപ്പോഴും. ആളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോയി എന്താ പൊതുവെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അവർക്കൊരു ഈ സറൗണ്ടിങ്സുമായിട്ട് ടാക്കിൾ ചെയ്ത് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്ത് പോകാനുള്ള കഴിവ് കുറച്ച് കുറവാണ്. അതിനുള്ള കോച്ചിങ് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂൾസിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. കാരണം ഈ പാവപ്പെട്ട കുട്ടികളെല്ലാം മിങ്കിൾ ചെയ്ത് പഠിക്കുന്ന കാരണം അവർക്ക് ആ ക്രിയേറ്റിവിറ്റി, ആ ഒരു എന്താ പറയുന്ന പിന്നെ ആ ഒരു എന്തിനെ നേരിടാനുള്ള ഒരു കഴിവ് സ്വാഭാവികമായിട്ടും മറ്റുള്ള കുട്ടികളിൽ നിന്ന് അതില്ലാത്ത കുട്ടികൾക്ക് അത് കിട്ടും. അപ്പോൾ അതൊരു നല്ല ഒരു കോച്ചിങ്ങാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇംഗ്ലീഷ് ഈ പിന്നെ പ്രൈവറ്റ് സ്കൂൾസിൽ പഠിക്കുന്ന കുട്ടികൾ കഴിവുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്, പക്ഷേ നല്ല കഴിവോടുകൂടി വരുന്ന ക്രിയേറ്റിവിറ്റിയോടുകൂടി വരുന്ന ഇപ്പം ഹയർ മാർക്ക് 100-ന് 100 മാർക്ക് വാങ്ങിച്ചെന്നും പറഞ്ഞ് കുട്ടികൾ കഴിവുണ്ടാകണമെന്നില്ല. കുറച്ച് മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളാണ് കൂടുതലും ഇപ്പം വലിയ മെച്ചപ്പെട്ട നിലയിൽ അവർ പോകുന്നത്. അപ്പോൾ അതിന് ഓരോരുത്തരും നോക്കുന്ന ക്രൈറ്റീരിയ ഓരോ രീതിയിലാണ്. എനിക്ക് എൻ്റെ ഒരു ഇതനുസരിച്ച് ഗവൺമെൻറ് സ്കൂളിൽ കിടന്ന് പാവപ്പെട്ട വീട്ടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുമായിട്ട് അടിച്ച് കളിച്ച് വളരുന്ന ഒരു കുട്ടിക്കാണ് നല്ല കേപ്പബിലിറ്റിയോടുകൂടി വരാൻ പറ്റുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റ്. കാര്യം വെച്ചാൽ എല്ലാ തരത്തിലുള്ള കുട്ടികളുമായിട്ട് അവർക്ക് മാനേജ് ചെയ്യാനും എങ്ങനെ സമൂഹത്തിൽ ഭാഗമാകണമെന്നുള്ള. തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രൈവറ്റ് സ്കൂൾസിൽ വരുമ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഡ്രഗ് അഡിക്ഷൻ കുറച്ച് കൂടുതലാണ്. അത് പേടിയാണ്. പാരൻസിനെല്ലാം നല്ല ഭയമുണ്ട്. അപ്പം ഗവൺമെൻറ് സ്കൂളിൽ പോകുമ്പം അത് വളരെ ഇപ്പം പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്ന പോലെ ഒരു ശ്രദ്ധ ഗവൺമെൻറ് സ്കൂൾസിലെ ടീച്ചേഴ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. മറ്റിടത്ത് പേഴ്സണൽ കെയറാണ് കൊടുക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു റീസണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, പല തരത്തിലുമുള്ള കുട്ടികൾ, അത് വളരെ ലോ ക്ലാസ് പീപ്പിൾസ്, ഡ്രഗ് അഡിക്ട്സ്, വീട്ടിലെ സാഹചര്യങ്ങൾ മോശപ്പെട്ട അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ ഈ ബിസിനസ്സായിട്ട് ആ പിള്ളേർ ഇത് ഏറ്റെടുക്കും. അതും പലരുടെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതാണ്, ഭയമാണ്, ജനങ്ങളുടെ ഭയമാണ്. പക്ഷെ പ്രൈവറ്റ് സ്കൂളുകളിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാര്യം സ്കൂളിന്റെ പുറത്തുവിടില്ല. പക്ഷെ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളുകളിലെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉടനെ എല്ലാവരും അറിയുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. അതെ അതെ, തീർച്ചയായിട്ടും. ഗവൺമെന്റ് മേഖലയിലുള്ള പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം കുറവാണ്. പുതിയ കണക്കാണ്. ഈ പുതിയ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ ഉള്ള കണക്കാണ് കുറവ്. ശരിക്കും ആൾക്കാർ പ്രൈവറ്റ് മേഖലയാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ശരിക്കും ഈ മേഖലയെ പറ്റി പറയുമ്പോൾ നമ്മൾ കുറച്ച് നീട്ടി പറയേണ്ടി വരുമെന്ന് പറയുന്നത്, അതായത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആദ്യം ഇന്ത്യയിലെ പ്രത്യേകിച്ച് തുടക്കം കുറിച്ചത് പ്രൈവറ്റ് മേഖലയിലാണ്. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ പാതിരിമാർ അവർ ആരോഗ്യവും വിദ്യാഭ്യാസവും എല്ലാവരും കൊണ്ടുവന്നു. ഈ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഇന്ത്യയിലും ഒക്കെ കൊണ്ടുവന്ന അവർ തന്നെയാണ്. പക്ഷെ അതിനുശേഷം അപ്പോൾ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ അവർ നന്നായി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ സമ്പ്രദായം ഗവൺമെൻറ് മേഖലയിൽ വന്നു തുടങ്ങി. ഈ ഗവൺമെൻറ് മേഖലയിൽ വന്നു തുടങ്ങിയപ്പം 1965 കാലഘട്ടത്തിന് ശേഷമൊക്കെയുള്ള നമ്മുടെ ഗവൺമെൻറ് തലത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അധ്യാപകർ അത്രയും കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ അവരുടെ കഴിവുകൾ അവർ പ്രകടിപ്പിച്ചിരുന്നില്ല. വളരെ അതൊരു തൊഴിലിൻ്റെ ഭാഗമായി മാത്രം അതിനെ കണ്ടപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ വർഷങ്ങൾ ഇങ്ങനെ എടുത്തു. ആ രീതിയിൽ തന്നെ വന്നു. അവർ എന്തെങ്കിലുമൊക്കെ ജോലിയും ഒക്കെ ചെയ്യും, അതിനൊരു ഭാഗമായി ഈ തൊഴിലും കൊണ്ടുപോയി. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഗവൺമെൻറ് തലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഇത് വളരെ ക്വാളിറ്റി വളരെ അങ്ങ് താഴെ പോയിട്ട് ഒടുവിൽ ഈ പ്രൈവറ്റ് സ്കൂളുകളിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികളില്ലാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോൾ അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നൊരു സ്ഥിതി. ഗവൺമെൻറ്
ട്യൂഷൻ ഫാള് വരികയും അവർക്ക് ജോലി കുറയും ഇല്ലാതാവുകയും മറ്റ് പല മേഖലകളിലും അവർക്ക് പോകേണ്ട ഒരു സ്ഥിതി വന്നു. അതായത് ദൂരെ ജോലി ചെയ്യാൻ പോകേണ്ടി വന്നു, പ്രൊട്ടക്ഷനൊക്കെ കിട്ടി ദൂരെയൊക്കെ പോകേണ്ട ഒരു സ്ഥിതി വന്നു. അങ്ങനെ വന്നാൽ അതിങ്ങനെ നീണ്ടുപോയി. അപ്പോൾ ഇപ്പോഴേ ഈ അടുത്ത അതായത് കഷ്ടിച്ചൊരു 5-10 കൊല്ലത്തിനകത്ത് 5 കൊല്ലം കൂട്ടാം. അതിന് ശേഷം അവർക്ക് ഈ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പ് ബാധിക്കും എന്ന് വന്നപ്പോൾ ഈ അധ്യാപകർ തന്നെ സ്വന്തമായി ഒരു തേടിയിറങ്ങുകയും അങ്ങനെ വന്നപ്പോൾ അവർക്ക് അത് പഠിപ്പിക്കേണ്ട ഒരു ബാധ്യത വരികയും ചെയ്തു. അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ജോലി നിർവഹിക്കേണ്ട ഈ സ്ഥിതി വന്നപ്പോഴാണ് ചെറിയ തോതിൽ ഇതിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പം നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് നമ്മുടെ പുതിയ ഗവൺമെൻറ് ഫങ്ഷനിങ്ങും ഒക്കെ കൂടി നോക്കിയാൽ നല്ല നിലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പണ്ടൊക്കെ വെറും ഷെഡുകളിലൊക്കെ ആയിരുന്നു നടത്തിയിരുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമുകളായി വല്ല സൗകര്യങ്ങളായി ആശുപത്രികൾ നല്ല നിലയിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ നമ്മുടെ മാറ്റങ്ങൾ വന്നു. പക്ഷെ മാറ്റങ്ങൾ വന്നെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള മാറ്റങ്ങൾ വന്നപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഒരു 5% മാർക്ക് അവർക്ക് എന്താ സർക്കാർ സർവീസിൽ പഠിച്ച കുട്ടികൾക്ക് അങ്ങനെ വന്ന അതെല്ലാം അല്ല സർക്കാർ സർവീസ് പഠിച്ചതല്ല മറ്റേ കേന്ദ്ര ICSE സിലബസിനൊക്കെ വ്യത്യാസം വന്നു തുടങ്ങിയപ്പോൾ കുറച്ചിങ്ങോട്ട് ഒരു ചെറിയ ഒഴുക്ക് വന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മേഖലയിൽ മോശമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അത് കാരണം ഇപ്പോഴും നിലവിൽ ഈ പ്രൈവറ്റ് മേഖല തന്നെ മുന്നിട്ട് നിൽക്കുന്നവർ തന്നെയാണ്. അത് ഈ കേരളത്തിൻ്റെ ചുറ്റുപാടിൽ എക്കാലം. കാരണം ഇപ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു IAS മാത്രമേ IAS കുട്ടികൾക്ക് മാത്രമേ IAS കിട്ടുമായിരുന്നു. പക്ഷെ അത് മാറി. പണ്ടൊരു ഡോക്ടറുടെ മോൻ മാത്രമേ ഡോക്ടറാകുമായിരുന്നു. അത് മാറി. പ്രൈവറ്റ് ഗവൺമെൻറ് സ്കൂളിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടി സാറ് പറഞ്ഞതുപോലെ ഉന്നതരായ പ്രൊഫഷൻസിലിരിക്കുന്ന ഒത്തിരി ആൾക്കാർ നിലവിലുണ്ട്, ധാരാളമുണ്ട്. ഇത് കൊല്ലം കളക്ടറേറ്റ് അടുത്തിടയ്ക്ക് വന്നവർ ഒരു പുള്ളിയുടെ പേര് ഞാൻ വിട്ടുപോയി. പുള്ളി ഇടയ്ക്ക് കൊല്ലം കളക്ടറായിട്ട് വന്നിരുന്നു. പുള്ളി ഒരു അനാഥ മന്ദിരത്തിൽ വളർന്നു വന്ന അബ്ദുൽ നാസർ അനാഥ മന്ദിരം. എനിക്കിപ്പോൾ പ്രായമുള്ളതുകൊണ്ട് ഓർമ്മക്കുറവുണ്ട്. നമ്മൾ പുള്ളിയോട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളി ഓർഫനേജിൽ വളർന്നു അവിടെ നിന്നും വിദ്യാഭ്യാസം നേടി IAS അപ്പോൾ അതപ്പോൾ പ്രൈവറ്റ് സെക്ടർ അല്ല എല്ലാ IASകാരുടെ അല്ലല്ലോ കിട്ടുന്നത്. ഇപ്പം കിട്ടുന്ന നമുക്കിപ്പോൾ ഒത്തിരി സാധാരണക്കാരെ ഒത്തിരി പേര് കിട്ടി കടന്നു വരുന്നുണ്ട്. അതിനകത്ത് ഒരു ഇടയ്ക്കൊരു പിന്നെ ആദിവാസി കുട്ടിക്ക് ഒരു വയനാട് നിന്ന് വന്നു. അതിപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ അസിസ്റ്റന്റ് കളക്ടറൊക്കെ ആയി വന്നു. ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. മാറ്റമുണ്ട്. പക്ഷെ മാറ്റം പൂർണ്ണമാകുന്ന ഇപ്പോൾ സ്കൂളുകളെല്ലാം ഇപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഹൈടെക്കായി. പക്ഷെ സ്കൂളുകൾ ഹൈടെക് ആകുന്നതിനോടൊപ്പം ഒരു മത്സരം വരും. അതിനകത്ത് ഒരു ചെറിയൊരു നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എതിരഭിപ്രായം പറയാൻ കഴിയുന്നത് ഹൈടെക് ആയത് ബിൽഡിങ്ങുകൾ മാത്രമാണെന്നും വിദ്യാഭ്യാസ രീതിയിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇപ്പോഴും കുറെ പിന്നിലാണെന്നും പല വിദ്യാഭ്യാസ വിചക്ഷണന്മാരും പറയുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഈ പത്രങ്ങളിലൊക്കെ ഉള്ള അത് നമ്മുടെ നേരിട്ടുള്ള ഒരു അറിവ് നമുക്കില്ലല്ലോ. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആ മേഖലയുമായിട്ടേ നേരിട്ടുള്ള ഇല്ല. കേട്ടറിവാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് വെച്ചുകൊണ്ട് പറയുമ്പം ഈ മേഖലയിലുള്ളവരോട് പറയുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. പക്ഷേ ഇവിടെ എന്തായാലും പൂർണ്ണതയിൽ ആ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. സർക്കാർ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്താൻ വലിയ തോതിൽ പരിശ്രമിക്കുന്നുണ്ട്. ഒരു സൈഡിൽ പരിശ്രമവും മറ്റൊരു സൈഡിൽ ഈ വിദ്യാഭ്യാസ കച്ചവടം ആ മേഖലയിൽ ചിലരുമായി ഒത്തുകളിക്കുന്നു. അതും ഇതിനകത്ത് ഒരു കാണപ്പെടാതെ പോകുന്ന കാര്യമാണ്. വിദ്യാഭ്യാസ മേഖല ഇപ്പം ശരിക്കും ഒരു ബിസിനസ് കോമ്പറ്റീഷൻ അല്ല, ഒരു കച്ചവട മേഖല തന്നെയാണ് എല്ലാറ്റിനും. ഇപ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ BSc നഴ്സിംഗ് എന്ന് പറയുന്നൊരു കോഴ്സ്
കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഗവൺമെൻറ് ജില്ലാ തലത്തിലൊക്കെ ഓരോ സ്ഥാപനങ്ങളുണ്ട്. മറ്റ് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളുണ്ട്. പക്ഷേ നഴ്സിംഗ് കോളേജുകൾ കേരളത്തിലുള്ളത് പോരാതെ കേരളത്തിലുള്ള കുട്ടികൾ തമിഴ്നാട്ടിലും കർണാടകയിലും ഗുജറാത്തിലും നൽകി. പക്ഷെ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ തന്നെയാണ് അതായത് ഈ പറഞ്ഞ കുട്ടികൾക്ക് പുറത്ത് ജോലി സാധ്യതകൾ കൂടുതലുണ്ട്. ഈ UK അതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും പിന്നെ US ഒക്കെ ഏറ്റവും കൂടുതൽ UK. പിന്നെ ഒന്നാമത്തെ കാര്യം അവിടുത്തെ ആളുകൾ ഒരുപക്ഷെ ഈ ജോലി ചെയ്യാൻ വിസമ്മതിക്കുന്നവരായിരിക്കും. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അല്ല, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ഒരു ജോലിയാണത്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ കക്ഷികൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. എത്ര ലക്ഷം കുട്ടികൾ അവിടെ തന്നെ സെറ്റിൽ ആവുകയാണ്, അവിടെ തന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികൾ അവരുടെ മേഖലയിലുള്ള ആളുകളിൽ നിന്ന് തന്നെ ഭർത്താക്കന്മാരെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരു സെറ്റിൽ ചെയ്യാൻ വേണ്ടി. അതായത് ഒരു എഞ്ചിനീയറെ അവർ പ്രിഫർ ചെയ്യുന്നില്ല. എഞ്ചിനീയറെ പ്രിഫർ ചെയ്യാത്ത കാരണം എന്ന് പറയുന്നത് എഞ്ചിനീയർ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത മറ്റതിൻ്റെ അത്ര ഇല്ല. അതുകൊണ്ടാണ് UK ഇപ്പോൾ ഒരു 20 വയസ്സ് 22 വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾ അത്യാവശ്യം ഡിഗ്രി സമ്പാദിച്ചു കഴിഞ്ഞാൽ നേരെ പറക്കും. നമ്മൾ അടുത്ത ദിവസം നമ്മളെടുത്തൊരു കണക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. അപ്പോൾ ഓരോ ജില്ലാ ബേസിലെ കണക്കുകൾ നമ്മൾ ക്രോഡീകരിച്ച് നോക്കിയപ്പോൾ ഏകദേശം 5 വർഷം കൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞത് ഏതാണ്ട് ഒരു 2 ലക്ഷത്തോളം ഉണ്ട് താഴെ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന നഴ്സിംഗ് ഫീൽഡിൽ മാത്രം. നഴ്സിംഗ് ഫീൽഡല്ല, പല ഫീൽഡും. അപ്പോൾ കൃത്യമായ ഒരു കണക്ക് ഇപ്പോൾ ചില സ്വകാര്യ ഏജൻസികൾ പഠനം നടത്തിയ കണക്കുകൾ പ്രകാരം കേരളം പെട്ടെന്ന് തന്നെ ഒരു വയോജന സംസ്ഥാനം അതേതാണ്ടായി കഴിഞ്ഞു. അതായത് പിന്നെ നേരത്തെയൊക്കെ വരുന്നത് ഹയർ സ്റ്റഡീസിന് മാത്രമേ പുറത്തു പോകുമായിരുന്നു. ഇപ്പോഴേ ആ സ്ഥിതി മാറി. ഇപ്പം മാറിയിട്ട് ഇപ്പോൾ ഉള്ള കുട്ടികൾ 10ാം ക്ലാസ് വരെ പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോകുന്നു. മലപ്പുറം ജില്ലയിലെ കുട്ടികൾ 10ാം ക്ലാസ് പഠിക്കാൻ മലപ്പുറം ജില്ലയിൽ പോകുന്ന കക്ഷികൾ എനിക്ക് അറിയാവുന്ന അതെ, പിന്നെ UK പോകുന്നു. അതുപോലെ ധാരാളം കുട്ടികൾ. അതിനകത്ത് മറ്റൊരു വശം കൂടെ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ അന്തരീക്ഷം. ഈ സ്കൂളിൽ നമ്മളെ കുട്ടികളായ ആരായാലും നമ്മൾ ഈ പൊളിറ്റിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളായാൽ പോലും അവരുടെ കുട്ടികളെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകി ഉന്നത നിലവാരത്തിലെത്തിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഡ്രീംസാണ്. അപ്പോഴും കുട്ടികൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, ക്യാമ്പസ് രാഷ്ട്രീയത്തിലകപ്പെടുന്നു. അവൻ വീണ്ടും പഴയ ഈ ഒരു സംവിധാനത്തിലോട്ട് ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പിലേക്ക് പോകുന്നു. അപ്പോൾ അത് ഒരുപാട് ഈ പുതിയ തലമുറയിൽ ആർക്കും താല്പര്യമില്ല. അവരതുകൊണ്ടാവാം നേരത്തെ സാറ് പറഞ്ഞത്. അതിനകത്ത് അതൊക്കെ നമ്മൾ പറഞ്ഞ നിങ്ങളുടെ സമയമൊന്നും ഒരു വലിയ വിഷയമാണ്. അതായത് ഈ പൊളിറ്റിക്കൽ സാഹചര്യത്തിലേക്ക് അവർ പെടുന്ന ഒരു കുടുംബ പശ്ചാത്തലവും മറ്റുമുണ്ട്. അതായത് സ്വന്തം കുട്ടികളെ പാർട്ടിയിൽ അതായത് ഏതെങ്കിലും പാർട്ടി, ഞാൻ ഇന്ന പാർട്ടി കൊണ്ടുപോവുക, എന്നിട്ട് ആ പാർട്ടിയിലെ ഭഗത് സിംഗ് എന്നൊക്കെ പേരിടുക, അരുണ ആസഫ് അലി എന്ന് പേരിടുക, അങ്ങനെ തുടങ്ങിയ കുറേ പേരുകളിടുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ കാലം എത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ പാർട്ടിയുമായിട്ട് അത്രയും ബന്ധങ്ങളുണ്ട്, അത്രയും മനസ്സിലവരുടെ കയറിക്കൂടി. അങ്ങനെ കുറേ ജനം നമുക്ക് നാട്ടിലുള്ളിടത്തോളം കാലം ഇതിലൊരു മാറ്റം വരില്ല. കാരണം അതിൽ അവർ അടിക്കാനും കൊല്ലാനും ഒക്കെ തന്നെ അതിന് വേണ്ടിയിട്ട് നടക്കുന്നവർ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ മനസ്സിൻ്റെ ഉള്ളറയിൽ ഉള്ള ഒരു ജീവിക്കുന്ന സാഹചര്യം കൂടെ അതിനകത്തൊരു പ്രത്യേക ഘടകമാണ്. ജീവിത സാഹചര്യം, വീട്ടിലെ പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലം, ഇതെല്ലാം കൂടി ചേർന്നുള്ള കഥയെ ഞാൻ പറഞ്ഞു. നമ്മളത് നിരന്തരം ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഓരോ ദിവസവും അടുത്ത വീട്ടിൽ ഇന്നത് സംഭവിക്കുന്നു എന്നത്. നമുക്ക് വേറെ രസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഇന്ന രീതിയിൽ വരുമെന്ന് പ്രവചിക്കാൻ പോലും നമുക്ക് കഴിയത്തക്ക രീതിയിൽ കാര്യങ്ങൾ നേരത്തെ അറിയാം. ഒരു സംഭവം ഉണ്ടായി, അത് ഇന്ന രീതിയിൽ വരും എന്ന് നമ്മളെ മനസ്സിൽ പറയാൻ പറ്റും.
പിന്നെ എന്തായാലും ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിനെ നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല. കാരണം ഗവൺമെൻറ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഒരു പരിധിയുണ്ട്. ഗവൺമെന്റ് എന്നൊക്കെ പറയുമ്പോൾ അതിന് കുറെ ഘടകങ്ങൾ ഒത്തുചേർന്നതാണ് ഗവൺമെന്റ്. ഒരാൾക്ക് തീരുമാനിച്ചാൽ എല്ലാം ശരിയാക്കാൻ പറ്റുന്നതല്ല. ഇതിൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഈ പ്രൈവറ്റ് മേഖലയിലെ വിദ്യാഭ്യാസത്തെ നമ്മുടെ രാജ്യത്തു നിന്ന് തുടച്ചു നിൽക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. കാരണം അവരെന്നും വരെയുള്ളവരാണ്. അവരെല്ലാം എന്നും അധികാരമുള്ള നിലനിർത്തുന്ന അവരാണ്. അതുകൊണ്ട് അവരെ നിലനിർത്താൻ ഒരു കാരണവശാലും കഴിയില്ല. ഈ അവരുടെ പവർ, അവരുടെ ശക്തി എന്നും ഉണ്ടാവും. അവരുടെ ശക്തി ഒഴിവാക്കിക്കൊണ്ടേ നമുക്കൊരു ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് നന്നായി പോട്ടെ, അതിനുവേണ്ടി പരിശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ കഴിവോ പ്രാർത്ഥനയോ ഒക്കെ അതിലുണ്ടാകും. മാത്രമേ ഉള്ളൂ. ഈ സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം തുടങ്ങി. കുട്ടികളെല്ലാം സ്കൂളിൽ പോയി തുടങ്ങി. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പുറത്തു വന്ന കണക്കുകൾ പ്രകാരം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പുതുതായി സ്കൂളുകളിൽ ചേർന്ന കുട്ടികളുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് വളരെ കുറവാണ്. പകരം പ്രൈവറ്റ് സ്കൂളുകളിലാണ് മലയാളികൾ കൂടുതലും കുട്ടികളാക്കിയതും ആശ്രയിക്കുന്നതും. ഇതിന് സർക്കാർ പല തരത്തിലുള്ള ഇടപെടലുകൾ, കോടിക്കണക്കിന് രൂപ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാനും വിദ്യാർത്ഥികളെ ആകർഷിക്കാനും മുടക്കുമ്പോൾ വീണ്ടും പ്രൈവറ്റ് മേഖലയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. കാരണം എന്താണ്? അല്ല, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം അതിന് സത്യസന്ധമായിട്ട് പറയാൻ കാര്യം, സത്യസന്ധമായിട്ടാണ് ചോദിക്കുന്നത്. അതെ. ഇപ്പം എൻ്റെ കൊച്ചുനാളില് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് 2-3 കിലോമീറ്റർ ചുറ്റളവിനകത്ത്, അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിനകത്ത് നടന്നു പോയി വരണം. അന്നത്തെ സാഹചര്യം 5, 6, 7 പേരൊക്കെ ഒരു വീട്ടിലെ മക്കൾ. അപ്പം സാമ്പത്തിക പ്രതിസന്ധി 1. 2, നമുക്കിപ്പോൾ ഡെയിലി ബസ്സിൽ പോയി വരാനോ പ്രൈവറ്റ് അന്നൊന്നും ഇത്ര വാഹനങ്ങളുടെ സൗകര്യമില്ല. പിന്നെ അന്നത്തെ വിദ്യാഭ്യാസ മേഖല എന്ന് പറഞ്ഞാൽ അന്ന് നമുക്കറിയാലേ, നമ്മുടെ പഴയ ആൾക്കാർ വരെ അവർ പഠിച്ചത് അന്ന് 7, 8 ക്ലാസ് വരെയൊക്കെയാണ് അന്ന് പഠിച്ചത്. അവർക്ക് അന്ന് നല്ല വിജ്ഞാനമുണ്ട്, മലയാളം മീഡിയത്തിൽ പഠിച്ചത്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഇപ്പം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് മീഡിയം ഗവൺമെൻറ് സ്കൂളിൽ വരുന്നത്. ഇംഗ്ലീഷ് മീഡിയം വരുന്നത്. അപ്പം ഇംഗ്ലീഷ് മീഡിയം വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മുടെ മക്കൾ ഇംഗ്ലീഷ് പഠിച്ച് കുറച്ച് നിലവാരം ഉയരണം എന്നൊരു ഘട്ടത്തിലോട്ട് അവരങ്ങ് മാറി. അത് കഴിഞ്ഞ് കാലങ്ങൾ ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു കാക്കി പാൻറ്റ് വെള്ളം ഉടുപ്പുവാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഗവൺമെൻറ് സ്കൂളും പ്രൈവറ്റ് സ്കൂളുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പം അന്താരാഷ്ട്ര നിലവാരമുള്ള യൂണിഫോമുകൾ എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ടെമ്പോ വന്ന് കയറ്റി കൊണ്ടുപോകും, തിരിച്ച് നമ്മളെ വീട്ടുമുറ്റത്ത് കൊണ്ട് ഇറക്കും. രക്ഷകർത്താക്കൾക്ക് വേറെ ഒരു ഉത്തരവാദിത്വമില്ല, പിന്നെ പഠിപ്പിക്കുക എന്നുള്ളൊരു ജോലി. പിന്നെ ഇപ്പം സർക്കാരിന് ഇക്കാര്യത്തിൽ ഞാൻ കുറ്റം പറയില്ല. കാരണം ഇപ്പം സാധാരണ ഒരു കൂലിവേല ചെയ്യണവനും അവൻ്റെ മക്കളിലാണ് അവൻ പ്രതീക്ഷ കൂടുതൽ അർപ്പിക്കുന്നത്. അപ്പം അവൻ്റെ മക്കൾക്ക് കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് കണ്ടെത്തുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. മനസ്സിലായില്ല? അപ്പം അവിടുത്തെ ഒരു സാഹചര്യം, അവിടെ പഠിപ്പിക്കുന്ന രീതിയും കുട്ടികൾക്കുണ്ടാകുന്ന നിലവാരവും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അവരങ്ങനെ മാറ്റും. പക്ഷേ ഇപ്പോഴ് നേരെ തിരിച്ചെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളെല്ലാം ഹൈടെക്കുള്ളതായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാഷ്ട്രീയപരമായി പറയണില്ല, നിഷ്പക്ഷമായിട്ട് ഇപ്പം ഞാൻ പത്രം വായിക്കുന്ന ആൾക്കാർ ഇപ്പം ഒരു സംഭവം നടന്നാലേ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുള്ളൂ. ഒരു മാധ്യമമല്ല, എല്ലാ മാധ്യമവും. അപ്പോൾ സ്കൂളുകളൊക്കെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് സ്കൂളുകൾ കുട്ടികൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പറയാൻ മനസ്സിലായി. ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ തന്നെ സ്വകാര്യ സ്കൂളുകൾ ഇപ്പം അവർ വിട്ടു തുടങ്ങി. ഇപ്പം എനിക്ക് പരിചയത്തിലുള്ളവർ തന്നെ ഇപ്പം തിരുവനന്തപുരത്ത് എനിക്കറിയാമെന്നുള്ള ഒരുപാട് ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് പ്രൈവറ്റ് സ്കൂളിൽ പോകണം. അപ്പം ഗവൺമെൻറ് ഇപ്പം മാറി. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തിന് എണ്ണി പറയാൻ ഒരുപാട് സ്കൂളുകൾ ഹൈടെക്കായി, ക്ലാസ് റൂമുകൾ പോലും ലാപ്ടോപ്പ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പം ആ ഒരു മാറ്റം പക്ഷേ ജനങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മളിപ്പം സിവിൽ സർവീസ് എടുക്കുക, ഇപ്പം ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും വരുന്നുണ്ട്, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളും ഉണ്ട്. അത് ഓരോരുത്തരും മിടുക്കാണ്. മനസ്സിലായില്ല? അതിപ്പോൾ അതിൽ ഹൈടെക് സ്കൂളോ ലോ ക്ലാസ് സ്കൂളോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് എത്രയോ പേര് IAS IPS എടുത്തിരിക്കുന്നു, എത്രയോ പേര് ഡോക്ടറും എഞ്ചിനീയർമാരും ആയിരിക്കണം. അപ്പം അതും ഇതുമായിട്ട് നമ്മൾ അത് ശരിയായിരുന്നു നേരത്തെ ഇങ്ങനത്തെ ഒരു സംഭവം. അതായത് ഒരു 10-15 കൊല്ലത്തിന് മുമ്പേയൊക്കെ ആ ഒരു
ആൾക്കാർ ആ ഒരു നീക്കത്തോടാണ് പോയത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് വലിയ പ്രാധാന്യം കൊടുത്തു. ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഇംഗ്ലീഷ് മീഡിയം ഇപ്പോൾ സെൻറ്റ് ജോസഫ് സ്കൂളുണ്ട്, ഹോളി ഏഞ്ചൽസ് എന്നാണ് ട്രിവാൻഡ്രത്തെ ലീഡിംഗ് സ്കൂളുകൾ, വലിയ സ്കൂളുകൾ. അപ്പം ഞങ്ങൾ ഇവിടെയുള്ള പെൺകുട്ടികളൊക്കെ നല്ല കാശുള്ളൊരു ഹോളി ഏഞ്ചൽസിലായിരിക്കണം, പാവപ്പെട്ടവരായിരിക്കണം സെൻറ്റ് മേരീസ് വെട്ടുകാർ. മനസ്സിലായി. ഇവിടെ മാതൂരത്തൊരു സ്കൂളുണ്ട്, അല്ലെങ്കിൽ വലിയതുറ സ്കൂളുണ്ട്, അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പം അങ്ങനെയില്ല. ഇപ്പം വെട്ടുകാർ സ്കൂളും നല്ല വിദ്യാഭ്യാസമായി. SSLCക്ക് മാർക്ക് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് മാർക്ക് നല്ലൊരു ശതമാനം, സ്കൂളിൽ 100% വിജയമാണ്. അപ്പം അതുകൊണ്ട് നമ്മളിപ്പം ഇപ്പോഴത്തെ കാര്യത്തിൽ ഇപ്പം ഞാൻ ട്രിവാൻഡ്രം സിറ്റിയിൽ നേരത്തെ പേരെടുത്ത സ്കൂളുകളൊക്കെ ഇപ്പോൾ ഒരുപാട് പുറകോട്ടാണ്. ഇപ്പോൾ പുതിയ പുതിയ സ്കൂളുകളാണ് വന്നേക്കുന്നത് പ്രൈവറ്റ്. ഇപ്പം മത്സര കോമ്പറ്റീഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകൾ നിൽക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് പഠിക്കേണ്ടത് കുട്ടികളാണ്. ഏത് സ്കൂളിൽ പഠിച്ചാലും പഠിക്കേണ്ട കുട്ടികൾ, പഠിക്കാൻ താല്പര്യം കാണിക്കുന്ന കുട്ടികൾ പഠിച്ച് അവർ സമൂഹത്തിൻ്റെ ഉന്നമനത്തിൽ തന്നെ വരും. അതിപ്പോൾ ഏത് സ്കൂള് എന്നുള്ളത് ഒരു പ്രശ്നമല്ല. സാറ് പറഞ്ഞതുപോലെ നേരത്തെ ഇങ്ങനത്തെ ഇപ്പം ആ ഒരു വാക്കിൽ ഇപ്പോൾ ഒരു പ്രസക്തിയില്ല. ഇപ്പം കാരണം രക്ഷിതാക്കൾ മാറി ചിന്തിച്ചു തുടങ്ങി. ഗവൺമെന്റ് സ്കൂളുകൾ കാരണം ഇപ്പം എല്ലാം ഹൈടെക്കാണ്. ഇപ്പോൾ കഴക്കൂട്ടം എടുത്താലും തിരുവനന്തപുരത്തിന് പേട്ട സ്കൂൾ എടുത്താലും ഏത് സ്കൂൾ എടുത്താലും. വേറൊരു ആരോപണങ്ങളും കൂടെ ചില ആൾക്കാർ പറയുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ സ്കൂളുകൾ ഹൈടെക് ആകുന്നു എന്ന് പറയുമ്പോൾ കെട്ടിടങ്ങളിലും മാത്രമാണ് ഹൈടെക്. മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിൽ സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സാറ് ഒരു എമ്മട്ടുകാരനാണെന്ന് വെച്ചോ. സാറ് നെറ്റ് പാസ്സായി. ഇപ്പം ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം, ഹൈസ്കൂൾ അധ്യാപകന് ഒരു മിനിമം വിദ്യാഭ്യാസം സർക്കാർ അല്ലെങ്കിൽ PSC നിശ്ചയിച്ചിട്ടുണ്ട്. അതെ. അപ്പം അത് റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ ചുമ്മാ നടക്കണ ഒരുത്തൻ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റില്ല. എത്രയും മിടുക്കനായിട്ടുള്ള ഒരാൾക്ക് അതിനകത്ത് റാങ്ക് ലിസ്റ്റിൽ അങ്ങനെയുള്ള ഒരാളാണ് ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ ഈ പ്രൈവറ്റ് സ്കൂളിനെ കുറ്റം പറയണമില്ല. പ്രൈവറ്റ് സ്കൂളിൽ നിന്നൊരു വാദ്യാർക്ക് എത്ര രൂപയാണ് ശമ്പളം കൊടുക്കുന്നത്? തുച്ഛമായിട്ടുള്ള ശമ്പളം. അവർ എങ്ങനെയെങ്കിലും B.Ed നെറ്റും ഒക്കെ പാസ്സായ അല്ലെങ്കിൽ M.Ed പാസ്സായ കുട്ടികളെ, അവിടെ MPhil ഒക്കെ എടുത്ത കുട്ടികളെ അവർ തൊഴിൽ പരിശോധിച്ച് പഠിപ്പിക്കും. അതുപോലെ അല്ല PSC ടെസ്റ്റ് എഴുതിയ റാങ്ക് ലിസ്റ്റ് വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ശ്രദ്ധ എഴുതുക. അത് ഈ സാറന്മാരെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എനിക്കൊരു ജോലിയുണ്ട്. ആ ജോലിയിൽ എൻ്റെ ആത്മാർത്ഥത എത്രത്തോണ് ആ ഭാഗത്തിൻ്റെ വിജയം പറയാൻ മനസ്സിലായില്ലേ? അപ്പം അത് കണക്ക് ഒരു സ്കൂളിൽ എത്ര സാറന്മാരുണ്ടോ, എത്ര ടീച്ചർമാരുണ്ടോ, അവർ ഒറ്റക്കെട്ടായിട്ട് നിന്നൊരു ടീം വർക്കിൽ നിന്ന് കുട്ടികളെ പഠിപ്പിച്ചുയർത്തിയെടുക്കുന്നതാണ് ഒരു വിജയം. അങ്ങനെ ടീം വർക്കിൽ നിന്ന് സ്കൂളിലൊക്കെ 100% വിജയമുണ്ട്. ഇപ്പം എല്ലാ സ്കൂളിലും അങ്ങനെ ആയിട്ടുണ്ട്. കാരണം PTA ഉണ്ട്, ഇപ്പം മനസ്സിലായില്ല. അപ്പം അവർ നല്ലൊരു അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പം അത് കൊണ്ട് വളരെ വിജയം. അപ്പം ആ പറഞ്ഞതിൽ ഒരു പ്രസക്തിയില്ല. കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നീറ്റ് എഴുതണ കുട്ടികൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് MBBS, ഇപ്പം അതൊക്കെ മാറി. ഇപ്പം നീറ്റ് എഴുതി ആദ്യത്തെ 720 മാർക്കുകളെങ്കിൽ 749 അല്ല 769 60 മാർക്ക് വാങ്ങിച്ചാലേ ചിലപ്പം കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അതും കിട്ടൂല. അപ്പം അപ്പം ഇത് ഒരുപാട് ആരോപണങ്ങളുണ്ട്. അല്ല, അത് വേറൊരു വശം. അത് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യയിലൊന്നും നടക്കില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ അറിയാമല്ലേ, ചില സ്കൂളുകളൊക്കെ ഒറ്റപ്പെട്ടാണ് കിടക്കുന്നത്. അവിടെയൊക്കെ ഈ സ്കൂളിലെ മാനേജ്മെൻറ്റും നടത്തിപ്പുകാരും ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ലീക്കാവും. അതിനിപ്പോൾ ഈ നടത്തിപ്പുകാരെ കുഴപ്പമില്ല, സ്കൂളിൻ്റെതും അവിടുത്തെ അന്നത്തെ ഈ ചാർജ് കൊടുത്തിട്ടുള്ള അവരുടെയും കുഴപ്പമാണ് വന്നിരിക്കുന്നത്. അതിനിപ്പം യാതൊരു സർക്കാരിനായാലും ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പം എല്ലായിടത്തും ഈ കക്കണോ എവിടെ ഇരുന്നാലും കക്കും. നല്ല മനസ്സുള്ളത് നല്ല രീതിയിൽ ചെയ്യും. അപ്പം എനിക്കിതാണ് പറയാനുള്ളത്. പറയാൻ മനസ്സിലായില്ല. ഇപ്പം നീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ടൊക്കെ നടന്ന, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കേരളത്തിൽ PSC പരീക്ഷയ്ക്ക് ഒരു പയ്യായിരുന്നു എഴുതി. അവർ വന്നപ്പോഴത്തേക്ക് അവൻ ഇറങ്ങി ഓടി ജനൽ വഴി. ഇപ്പം കേരളത്തിലും അത് നടന്നു. അപ്പോൾ കേരളക്കാർ മോശമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. പറയാൻ മനസ്സിലായില്ലേ? അപ്പം എല്ലാവർക്കും ജോലിയാണ് ഇന്നത്തെ കാലത്ത് ഒരാവശ്യം. അപ്പോൾ അതിന് പെട്ടെന്ന് നടന്നില്ലെങ്കിൽ മളഞ്ഞ മാർക്ക് അനുസരിച്ചിരിക്കുക. അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൽ നിന്ന് എടുത്തു പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടുള്ള ടെസ്റ്റുകളിൽ ലോകത്ത് വെച്ച് 4 എണ്ണമാണ് ഇന്ത്യ നടത്തുന്നത്, നീറ്റ് ഉൾപ്പെടെയുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്രമാത്രം നമ്മളെ രാജ്യം വിദ്യാഭ്യാസപരമായിട്ട് മുമ്പോട്ട്, കേരളം അതിൻ്റെ അപ്പുറം. അപ്പോൾ അത് ഏത് സ്കൂളിലായാലും ശരിയാണ്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കണം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞൊരു പയ്യൻ, അവൻ്റെ അടുത്ത് നമ്മൾ സാധാരണ ലെവലിൽ സംസാരിച്ചാൽ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം സംസാരിക്കുന്ന രീതിയിൽ ഇന്ന് 10ാം ക്ലാസ് പഠിച്ചപ്പോൾ അവന് നല്ല വിജ്ഞാനമാണ്, നല്ലതുപോലെ കാര്യങ്ങൾ നമ്മൾ അന്ന് ചിന്തിച്ചതിനായിട്ട് 10 മടങ്ങാണ് ഇന്നത്തെ. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയ കുട്ടികൾക്ക് എഴുത്തും വായന അറിയണമെന്നൊരു മന്ത്രി. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇന്നത്തെ ഞാൻ ചോദിക്കട്ടെ, 1ാം ക്ലാസ്സിൽ ആയി തൊട്ടാണ് എഴുതി പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ കായ്ക്ക ഇതാണ് ഞാൻ പഠിച്ചത്. അത് ഞാൻ പഠിച്ചതാണ്. ഇംഗ്ലീഷിൽ ABCD.
ഇതൊക്കെ ആരെടുത്താണ് പറയണത്? പിന്നെ അല്ല, അത് എനിക്കറിഞ്ഞൂടാ, എന്റെ അറിവില്ല അങ്ങനെയൊക്കെ അതൊക്കെ പറയുന്നത്. ഇനിയിപ്പോ അവരെയൊക്കെ നാട്ടിൽ കാണുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ എന്റെ നാട്ടിലൊന്നും കാരണം ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ തന്നെ പല ആൾക്കാർ പല വീട്ടിൽ പോകുമ്പോഴും അവരെ മക്കളൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ഹാൻഡ് റൈറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അച്ചടിച്ച് വയ്ക്കുമ്പോഴാണ് കുട്ടികൾ എഴുതുന്നത്. കാരണം രക്ഷകർത്താക്കൾ അത്രമേൽ കുട്ടികളുടെ കൂടെ ശ്രദ്ധ വരുത്തുന്നു എന്നുള്ളതാണ്. പറയാൻ മനസ്സിലായില്ല, പഠിക്കാത്ത കുട്ടികളും ഉണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അതിന് മറുപടി ഇപ്പം പറഞ്ഞാൽ 210 മാർക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് റാങ്ക് കിട്ടുന്നതിന് തുല്യമാണ്. അപ്പം എന്തുമാത്രം മാറ്റം, പക്ഷെ അതനുസരിച്ച് കുട്ടിയൊക്കെ നിലവാരവും വന്നിട്ടുണ്ട്. മാറ്റം വന്നില്ലെന്ന് നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് 10ാം ക്ലാസ് പഠിക്കണ ഏതെങ്കിലും ഒരു കൊച്ചിന് എഴുതാനും വായിക്കാൻ ഇല്ലെന്ന് ഒരു കുട്ടിയെ കൊണ്ടുപോകാം. 10ാം ക്ലാസ് അല്ല പറ എഴുതാനുള്ള ഒരു കുട്ടി എങ്ങനെ 10 അതെങ്ങനെ സാറേ? അതിപ്പോൾ ഫുൾ A+ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് ആയിരിക്കണവരെന്തെങ്കിലും അവരെന്താ കണ്ണുണ്ട് വിടാത്തവരാണ് ഫുൾ A+ വാങ്ങിക്കാനെന്ന് പറഞ്ഞാൽ. ഇപ്പം എൻ്റെ മോനും ഫുൾ A+ ആണ്. അവൻ എന്തിനും പഠിക്കാതെയാണ് എഴുതിയത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, പഠിച്ചാലല്ലേ അത്രയ്ക്കും പറയണേ. എനിക്കറിഞ്ഞൂടാ. ഇനി മന്ത്രി അങ്ങനെ പറഞ്ഞെങ്കിൽ മന്ത്രിയുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോന്ന് അതും എനിക്കറിഞ്ഞൂടാ. കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ന് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ല രീതിയിൽ അവർ ഇംഗ്ലീഷ് ആയാലും മലയാളം ആവശ്യത്തിനാണെങ്കിൽ ഹിന്ദി ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. സംസാരിക്കാൻ ശേഷിയുള്ള പിള്ളേരാണെങ്കിൽ ഇവിടെ പിള്ളേർ ഹിന്ദി പോലും സംസാരിക്കുന്നുണ്ട് നല്ലതുപോലെ. അപ്പം അതുകൊണ്ട് ഈ പ്രൈവറ്റ് സ്കൂളെ ഒക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരർത്ഥമില്ല. ഇപ്പം ഗവൺമെൻറ് സ്കൂള് നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അതിന് സർക്കാർ നല്ല ഊന്നലും കൊടുക്കണുണ്ട്, നല്ല രീതിയിൽ കാശും മുടക്കണുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ അവർ വർദ്ധിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് ഗവൺമെൻറ് ആയാലും, LDF സർക്കാരായാലും UDF സർക്കാരായാലും അത് ചെയ്യേണ്ട. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും പഠിപ്പിക്കണ ഇംഗ്ലീഷും മലയാളവും തന്നെ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഗവൺമെന്റ് ഇഷ്ടപ്പെടാറില്ല. പിന്നെ എല്ലാം ഇപ്പം ഇംഗ്ലീഷ് മീഡിയം ഇല്ലാത്ത സ്കൂൾ എല്ലാ ഗവൺമെൻറ് സ്കൂളിലുമായി. പിന്നെ അതിനൊക്കെയുള്ള വിദ്യാഭ്യാസം ഇപ്പോൾ ഉള്ള എല്ലാം തന്നെ പണ്ടത്തെ സാറന്മാർ ഇപ്പോൾ എല്ലാം നല്ല സ്റ്റാൻഡേർഡുള്ള ടീച്ചർമാരും സാറന്മാരുമാണ്, നല്ല നിലവാരം. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്, അത് എല്ലാ ലോകത്തെമ്പാടും ഉള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. സ്വകാര്യ സ്കൂളുകളേക്കാൾ മെച്ചം ഗവൺമെൻറ് സ്കൂളുകളാണെന്ന് ഏറെ പേർ വാദിക്കുന്നു. എന്നാൽ സ്വകാര്യ സ്കൂളുകൾക്ക് വേണ്ടിയും കുറേ പേർ വാദിക്കുന്നു. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എവിടെ കിട്ടുന്നുവോ അവിടെയാണ് കൂടുതൽ കുട്ടികളും രക്ഷകർത്താക്കളും തേടിയെത്തുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.